ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ആഴ്സണലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു വോൾസിനെ പരാജയപ്പെടുത്തിയത്. ആവർട്സും സാക്കയും ഒക്കെ മികച്ച പ്രകടനം, അല്ലെങ്കിൽ അവരാണ് ഈ ഒരു മത്സരത്തിൽ ആഴ്സണലിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത്. ഒഡേഗാർഡ്, സാക്ക, ആവർട്സ്, മാർട്ടിനെല്ലി, റൈസ് തുടങ്ങിയ താരങ്ങളൊക്കെയാണ് നിലവിൽ ആഴ്സണലിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ 2 പോയിന്റിനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2 പോയിന്റ് വ്യത്യാസത്തിലാണ് ആഴ്സണലിന് കിരീടം നഷ്ടമായത്. ഇത്തവണ പുതിയ സീസണ് വിജയത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ട്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവസാന റൗണ്ട് മത്സരങ്ങളിൽ അവരുടെ മോശം പ്രകടനമാണ്, അല്ലെങ്കിൽ അവസാന റൗണ്ട് മത്സരങ്ങളിൽ അവർ നഷ്ടപ്പെടുത്തുന്ന പോയിന്റുകളാണ് നിലവിൽ അവർക്ക് പ്രീമിയർ ലീഗ് കിരീടം നഷ്ടമാകുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ ശരിക്കും ആഴ്സണലിന് കിരീടം നേടാനുള്ള സുവർണ അവസരമായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ സിറ്റിക്ക് കൂടുതൽ ഗോൾ ഡിഫറൻസിൽ സിറ്റി അത്ര മുൻപന്തിയിലായിരുന്നില്ല. എല്ലാ സീസണിലും സിറ്റി ശരിക്കും കൂടുതൽ ഗോൾ ഡിഫറൻസിൽ എല്ലാ ടീമുകളെ അപേക്ഷിച്ച് വൻ മുന്നേറ്റം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി നടത്താറുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം വിജയിച്ചു, എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അവസാന റൗണ്ട് മത്സരങ്ങളിൽ അവരുടെ ആ ഒരു പ്രകടനം നിർണായകമായ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വേണ്ടിവരും. 30 റൗണ്ട് മത്സരങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ ശരിക്കും ആഴ്സണൽ കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച ലീഡോടി, അല്ലെങ്കിൽ ഈ സിറ്റിയിൽ നിന്നും കിരീടം ആഴ്സണൽ സ്വന്തമാക്കുമെന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അവരും ആഴ്സണലും അതുപോലെ ആരാധകരൊക്കെ വിശ്വസിച്ചിരുന്നത്. നിലവിൽ അർട്ടേറ്റയ്ക്ക് കീഴിൽ കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ച അതേ പ്രകടനം ആഴ്സണലിൽ നിന്നും ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിർണായകമായ ഈ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതി മാറിയില്ലെങ്കിൽ ഇത്തവണയും കിരീടം അവർക്ക് നഷ്ടമാവും. അത് ഇത്തവണ സംഭവിക്കാൻ പാടില്ല. 30 റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ അവസാന റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം ആഴ്സണലിന് പോയിന്റ് നഷ്ടപ്പെടുത്താതെ മികച്ച പ്രകടനം കാഴ്ചവെക്കണം, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ മികച്ച ലീഡ് നേടണം പോയിന്റ് ടേബിളിൽ. അത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു 30 റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്ന രീതി ആഴ്സണൽ മാറ്റിയെടുക്കാതെ ഇത്തവണയും അവർക്ക് കിരീടം നേടാൻ കഴിയില്ല. എന്തായാലും അർട്ടേറ്റയ്ക്ക് കീഴിൽ ആഴ്സണലൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം അറിയിക്കുന്ന ടീമുകൾ മുൻപന്തിയിലാണ്, അല്ലെങ്കിൽ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകൾ മുൻപന്തിയിലാണ്. എന്തായാലും ഇത്തവണ അർട്ടേറ്റയ്ക്ക് കീഴിൽ ആഴ്സണൽ കിരീടം നേടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആരാധകർക്ക്. കഴിഞ്ഞ സീസണിൽ സിറ്റിയുമായി നഷ്ടപ്പെട്ട 2 പോയിന്റ് വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇത്തവണയെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആഴ്സണൽ ആരാധകരൊക്കെ.